മതംഗാശ്രമം ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ആശ്രമത്തിൻ്റെ കഥയറിയാമോ? വിശ്വാമിത്ര മഹർഷിയാണ് ശ്രീരാമദേവന് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഒരിക്കലും വാടാത്ത ദിവ്യപുഷ്പങ്ങൾ നിറഞ്ഞ മനോഹരമായ സുഗന്ധം പൊഴിക്കുന്ന ദിവ്യസുഗന്ധം പൊഴിക്കുന്ന വർണ്ണശലഭമായ പേരറിയാത്ത ഒരുപാട് മരങ്ങൾ നിറഞ്ഞിരിക്കുന്ന വനപ്രദേശം. ഇതിങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഒരിക്കൽ കാട്ടിൽ കൊടും വരൾച്ചയുണ്ടായി. പഴങ്ങളില്ല, പുഷ്പങ്ങളില്ല, കുടിക്കാൻ വെള്ളമില്ല, കാട്ടരുവികളൊക്കെ വറ്റി വരണ്ടു, ഭൂമി വരണ്ട് വിണ്ട് കീറിത്തുടങ്ങി. മതംഗാശ്രമത്തിൽ മുനിയും ഒരുപാട് ശിഷ്യന്മാരും ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഒരു ദിവസം എല്ലാവരും ക്ഷീണിച്ചു. മുനി പറയും, ഉണ്ണികളെ, ജീവൻ നിലനിർത്തുക എന്നുള്ളതാണല്ലോ പ്രധാനം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മറ്റേതെങ്കിലും കാട്ടിലേക്കോ നാട്ടിലേക്കോ പോയിക്കൊള്ളുക. അപ്പോഴങ്ങോ ശിഷ്യന്മാർ ഒരുമിച്ച് ചോദിക്കും. അന്നേരം ഗുരുനാഥൻ പറയും, ഈ വൃദ്ധൻ ഇനി ജീവിച്ചിരുന്നിട്ട് തന്നെ എന്ത് കാര്യം? നിങ്ങൾ യുവാക്കളാണ് ഇനി ജീവിക്കേണ്ടത്. നിങ്ങളിലൂടെ ലോകത്തിന് മഹത്തായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എനിക്ക് നന്നേ പ്രായമായി, അധികം ആയുസ്സുമില്ല. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടോളൂ. അവസാനം ഗുരുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ശിഷ്യന്മാരെല്ലാവരും യാത്ര പുറപ്പെട്ടു. വരണ്ടുണങ്ങിക്കിടന്ന കാടും നാട്ടിൻപുറങ്ങളും കടന്ന് മൂന്നാമത്തെ നാൾ ഒരു ചെറിയ ഉറവ അവർ കണ്ടെത്തുന്നു. തുള്ളിയായി മാത്രം ജലഗണങ്ങൾ ഇറ്റുവീഴുന്ന ഒരു കുഞ്ഞുറവ. ശിഷ്യന്മാർ തങ്ങളുടെ കൈകളിൽ ജലം സ്വീകരിച്ച് കുടിക്കാൻ തുടങ്ങി. സുഹോത്രൻ എന്നു പേരുള്ള ശിഷ്യൻ മാത്രം തൻ്റെ കൈവെള്ളയിൽ നിറച്ചു ശേഖരിച്ച ജലം കുടിക്കാതെ ആലോചിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ജലധാര അങ്ങ് നിന്നു പോവുകയും ചെയ്യുന്നു. നീ എന്താ കുടിക്കാത്തത് എന്ന് കൂട്ടുകാർ ചോദിച്ചപ്പോൾ, നമ്മുടെ ഗുരു എത്ര നാളായി ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ട്, ഈ വെള്ളം അദ്ദേഹത്തിനായി കൊണ്ടു കൊടുത്താലോ? സുഹോത്രൻ്റെ വാക്കുകൾ കേട്ട് കൂട്ടുകാരെല്ലാവരും നിരുത്സാഹപ്പെടുത്തുന്നു. കാരണം ഈ കൈക്കൊമ്പിളിലെ വെള്ളം എങ്ങനെ അവിടെ എത്തിക്കും? ഇനി 3 നാൾ തിരിച്ച് നടന്നാൽ മാത്രമേ ആശ്രമത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അത്രയും നാൾ കൈവെള്ളയിൽ വെള്ളം നിൽക്കില്ല. മാത്രമല്ല, വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ തന്നെ നാളുകൾ എത്രയായി? ഇനി തിരിച്ച് നടക്കാൻ നിനക്ക് പറ്റുമോ? എല്ലാവരും പല കാര്യങ്ങൾ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയിട്ടും സുഹോത്രൻ പിന്മാറിയില്ല. നിങ്ങൾ പോയിക്കോളൂ, പറ്റുമെങ്കിൽ എനിക്കൊരു ഉണങ്ങാത്ത ഇല കൊണ്ടുതരാമോ എന്ന് ചോദിക്കും. കൂട്ടുകാർ കുറേ തേടി നടന്നിട്ടും പച്ചില കിട്ടിയില്ല. വരണ്ടുണങ്ങിയ ഭൂമിയിൽ പച്ചില എവിടെ നിന്നുണ്ടാകാനാ? ഒടുവിൽ ഒരു മരത്തിൻ്റെ തോൽ മുറിച്ചെടുത്ത് അതിൽ ഈ ജലമൊഴിച്ച് സുഹോത്രൻ തിരിച്ചു നടക്കാൻ തുടങ്ങി തൻ്റെ പ്രിയ ഗുരുവിൻ്റെ അടുത്തേക്ക്. 3-ാം നാൾ ആശ്രമത്തിൻ്റെ സമീപമെത്തി. പക്ഷേ വിശന്ന് തളർന്ന് ദാഹിച്ച് വരണ്ടുണങ്ങിയ നാവും വിശന്നു പൊരിഞ്ഞ വയറുമായി നടന്നു വന്ന സുഹോത്രന് തൻ്റെ കയ്യിൽ കരുതിയ വെള്ളം കുടിക്കാൻ തോന്നിയതേയില്ല. കാലുകൾ തളർന്നു, കണ്ണുകളിൽ ഇരുട്ട് കയറി, വേച്ച് ആടി തളർന്ന് ഇഴഞ്ഞിഴഞ്ഞു നീങ്ങിത്തുടങ്ങി. ശരീരം ആടിയുലയുമ്പോൾ കയ്യിലെ ജലം തുള്ളിയായി തെറിച്ചു പോകുന്നത് അവൻ അറിയുന്നില്ല. അതിലത്ര കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. അവസാനം നടന്ന് അവൻ ആശ്രമമുറ്റത്തെത്തി. അവിടെ തൻ്റെ ഗുരു ധ്യാനനിരതനായി ഇരിക്കുന്നതും കാണുന്നു. വെള്ളം ഗുരുവിന് സമർപ്പിക്കാനായി ഗുരുവിൻ്റെ അടുത്തേക്ക് നീങ്ങിയ സുഹോത്രൻ പെട്ടെന്ന് തന്നെ ബോധം കെട്ട് താഴെ വീണുപോയി. കയ്യിലെ ജലം പൂർണ്ണമായും ചിതറിത്തെറിച്ചു. കൂടെ ഒരു തുള്ളി വെള്ളം ഗുരുവിൻ്റെ ചുണ്ടിലേക്കും പതിച്ചു. ഗുരു പെട്ടെന്ന് തന്നെ ധ്യാനത്തിൽ നിന്നും ഉണർന്നു. ബോധരഹിതനായി തൻ്റെ മുന്നിൽ കിടക്കുന്ന തൻ്റെ പ്രിയ ശിഷ്യനെ കണ്ട് ഗുരുനാഥൻ ചാടി എഴുന്നേൽപ്പിച്ചു. പെട്ടെന്നാണ് അവിടെ എങ്ങും സുഗന്ധം പരക്കുന്നത്. സുഹോത്രൻ കൊണ്ടുവന്ന വെള്ളം തെറിച്ച ഇടങ്ങളിലെല്ലാം സുഗന്ധപൂരിതമുള്ള പുഷ്പങ്ങൾ, ദിവ്യമായ പുഷ്പങ്ങൾ, ദിവ്യസുഗന്ധം നിറയുന്ന പുഷ്പങ്ങൾ, ഒരുപാട് ചെടികളും കൊണ്ട് നിറയുന്ന അത്ഭുത കാഴ്ചയാണ് ഗുരു കാണുന്നത്. തൻ്റെ ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ജീവനായി വെള്ളം കൊണ്ടുവന്ന സുഹോത്രൻ്റെ ജീവിതം പാടിപ്പുകഴ്ത്താൻ പ്രകൃതി സ്വയം വരച്ചിട്ട ഒരു വർണ്ണ ചിത്രമായി മാറി മതംഗാശ്രമ വനം.
മുഴുവൻ ഹരിതാഭമായി. ആശ്രമത്തിനരികെ തന്നെയുള്ള കാട്ടരുവിയിൽ ജലധാര പ്രത്യക്ഷപ്പെട്ടു. അത് ഒരിക്കലും വറ്റാത്ത ജലത്തിൻ്റെ ഉറവിടമായും മാറി. ഉണ്ണി, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? സ്വന്തം ജീവിതം വേണ്ടെന്ന് വയ്ക്കാൻ നിനക്ക് എങ്ങനെ തോന്നി എന്ന് ഗുരുനാഥൻ ചോദിക്കുമ്പോൾ സുഹോത്രൻ പറയും, അങ്ങാണെൻ്റെ ദൈവം. ത്രിമൂർത്തികളെക്കാളും ഉയരത്തിലാണ് ഗുരു എന്ന് അങ്ങ് തന്നെയല്ലേ പറഞ്ഞത്? അങ്ങ് ദാഹിച്ചു വലഞ്ഞിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് വെള്ളം കുടിക്കുക? അത് പാപമല്ലേ? ഗുരു പറഞ്ഞു, നിന്റെ മഹത്വത്തിൻ്റെ അടയാളമായി മതങ്കാശ്രമത്തിനെ നീ ഒന്ന് നോക്കൂ. പുഷ്പോത്സവം പോലെ മുഴുവൻ അലങ്കൃതമായിരിക്കുന്നു. ദിവ്യ സുഗന്ധങ്ങളുള്ള പൂക്കൾ കൊണ്ടും വർണ്ണച്ചെടികൾ കൊണ്ടും. ഇവ വെറുതെ പുഷ്പിച്ചു കൊഴിയുന്ന പുഷ്പങ്ങളല്ല. ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ തീവ്രത പറയുന്ന അനശ്വര പുഷ്പങ്ങളാണ്. ശിഷ്യന് ഗുരുവിനോടുള്ള ബഹുമാനം പോലെ, ഗുരുവിന് ശിഷ്യനോടുള്ള വാത്സല്യം പോലെ ഒരിക്കലും വാടാത്ത പുഷ്പങ്ങൾ. ശ്രീരാമൻ ലക്ഷ്മണനോടൊപ്പം ഈ കഥയോർത്തുകൊണ്ട് ദിവംഗതനായ സുഹോത്രനെയും മതംഗ മഹർഷിയെയും ആലോചിച്ചുകൊണ്ട് ആ ദിവ്യപുഷ്പങ്ങൾക്കിടയിലൂടെ മതംഗാശ്രമത്തിലേക്ക് നടന്നു കയറി.